ഒരു മെസ്സേജ് എടുത്തിട്ട് ഒരിടത്ത് കൊണ്ട് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പ്രത്യേക വൈകാരിക മുഹൂർത്തമുണ്ട്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലാണ് ഹുക്ഡായത്. എൻ്റെ കഥ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയോ അതിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. മറ്റൊരു കൺസേൺസും അതിനകത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതേപോലെ നിവിൻ ചേട്ടൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നത് ബ്രേക്ക് ഇല്ലാതെ ഷൂട്ടിന് പോകാമെന്ന് പറഞ്ഞപ്പം സാറ് അത് സംബന്ധിച്ച് ലൈക്ക് ബ്രേക്ക് വേണം, പ്രായമുള്ള ആളുകളുണ്ട്, അല്ല അവർക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് അത് ഭയങ്കര ഒരു കണക്ട് ചെയ്ത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നി ആ ഒരു സംഭവം. അപ്പം കാരണം എല്ലാവരിലും സാറ് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, 6000 ആളുകളോട് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം ഹാർഡായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ. അല്ല, ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു മഹത്വമായിട്ടൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. അത് അങ്ങനെ വേണം സിനിമ. ഞാൻ 18 വർഷമായിട്ട് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വളരെ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ രോഗങ്ങളുള്ളവരുണ്ട്, വൈഷമ്യങ്ങളുള്ളവരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സിനിമയ്ക്ക് ഒരു സമയവ്യവസ്ഥയുണ്ട്. ആ സമയവ്യവസ്ഥ പാലിക്കപ്പെടണം. അത് ഏത് സെറ്റിലായാലും പാലിക്കപ്പെടണം. എൻ്റെ സെറ്റിലത് ഞാൻ പാലിക്കുന്നു, ബാക്കിയുള്ള സെറ്റിലുകളിൽ ബാക്കിയുള്ളവർ അത് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്രൗഡൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. ഏതാണ്ട് 100 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വലിപ്പമുള്ളൊരു സിനിമയാണ്. അതിൻ്റേതായിട്ടുള്ള വൈഷമ്യങ്ങളുമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ആനന്ദമുണ്ട് ഈ സിനിമയ്ക്കകത്ത്.